കോഴിക്കോട് മൂഴിക്കലിൽ 10ാം ക്ലാസ്സുകാരിയെ കൊലപ്പെടുത്തി ബന്ധു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. കിണറ്റിൽ നിന്ന് ലഭിച്ച നസ്രീനയുടെ ഫോണിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. അദ്നാൻ വൈരാഗ്യത്തെ തുടർന്ന് നടത്തിയ കൊലപാതകം ആസൂത്രിതമെന്നും തെളിവ് നശിപ്പിക്കാൻ ശ്രമം നടന്നുവെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. 16-കാരിയായ നസ്രീനയെ കൊലപ്പെടുത്തിയ ശേഷം 20-കാരൻ അദ്നാൻ ആത്മഹത്യ ചെയ്ത കേസിലെ നിർണായക വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. വീട്ടുമുറ്റത്തെ കിണറ്റിൽ നിന്ന് കണ്ടെടുത്ത നസ്രീനയുടെ ഫോൺ പരിശോധനയിലാണ് വിവരങ്ങൾ ലഭിച്ചത്. നസ്രീനയെ കൊലപ്പെടുത്തിയ ശേഷം നസ്രീനയുടെ മൊബൈൽ ഫോണിൽ നിന്നും അദ്നാൻ സുഹൃത്തിന് വാട്സപ്പ് സന്ദേശം അയച്ചതായി പോലീസ് കണ്ടെത്തി. നസ്രീന സന്ദേശം അയക്കുന്ന രീതിയിലാണ് അദ്നാൻ ചാറ്റ് ചെയ്തത്. അദ്നാൻ പുലർച്ചെ 1:45 മരിച്ചെന്നായിരുന്നു സന്ദേശം. താങ്കൾക്ക് നൽകാനുള്ള പണം അദ്നാന് നൽകാനാകില്ലെന്നും മാങ്കാവ് സ്വദേശിക്ക് അയച്ച സന്ദേശത്തിലുണ്ട്. താങ്കൾ ആരാണെന്ന ചോദ്യത്തിന് അദ്നാന്റെ സുഹൃത്ത് എന്നായിരുന്നു മറുപടി. സംഭവവുമായി ബന്ധപ്പെട്ട് അദ്നാന്റെ സുഹൃത്തിൻ്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. അദ്നാന് ബൈക്ക് വാടകയ്ക്ക് നൽകിയ യുവാവാണ് മൊഴി നൽകിയത്. കേസിൽ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതായി പോലീസ് സ്ഥിരീകരിക്കുന്നു. ഫോണുകൾ കിണറ്റിൽ എറിഞ്ഞത് ബന്ധുക്കളാകാമെന്നാണ് സംശയം. ബന്ധുക്കളുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താനും അന്വേഷണ സംഘം തീരുമാനിച്ചു. സമീർ സി മുഹമ്മദ്, മീഡിയ 1, കോഴിക്കോട്.